വെള്ളിക്കുളത്തെ പള്ളിക്കുളത്തിൽ വള്ളമിറങ്ങിയത് മലയോര ജനതയ്ക്ക് ആവേശവും പുതുമ നിറഞ്ഞ അനുഭവമാണ് സമ്മാനിച്ചത്. സ്വപ്നത്തിൽ പോലും വള്ളമിറക്കാമെന്ന് വിചാരിക്കാത്ത ഒരു നാട്ടിൽ പള്ളിയോട് ചേർന്നുള്ള കുളത്തിൽ വള്ളമിറക്കിയത് നാടിന് വലിയൊരു ഉത്സവ പ്രതീതിയാണ് സമ്മാനിച്ചത്. മലനാട്ടിലെ ഇപ്പോഴത്തെ സംസാര വിഷയം പള്ളിക്കുളവും വള്ളവുമാണ്. കുട്ടനാടൻ കായലോളങ്ങളിലെ വള്ളം യാത്ര ഇപ്പോൾ മലനാട്ടിലും സാധിക്കുമെന്ന് വെള്ളിക്കുളംകാർ തെളിയിച്ചിരിക്കുകയാണ്. വള്ളം കണ്ടിട്ടില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ആവേശവും ആനന്ദവുമാണ് നൽകിയത്. ഇടവക വികാരി ഫാദർ സ്കറിയ വേഗത്താനം വള്ളം വെഞ്ചരിച്ച് ഇടവകാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ വള്ളം നീറ്റിലിറക്കി. ലൈഫ് ജാക്കറ്റ് ധരിച്ച് വള്ളത്തിൽ കയറിയുള്ള വികാരിയച്ഛന്റെ കന്നിയാത്ര കാണികൾക്ക് ആവേശവും കൗതുകവുമായി. ഈ നാടിനും ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ് വള്ളം എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ കുട്ടനാടൻ പ്രദേശത്ത് മാത്രം കണ്ടുവരുന്ന വള്ളവും അതുപോലെ തുഴയൊക്കെ ഇന്ന് ഈ മലയോര ജനയ്ക്ക് ആവേശത്തിന്റെ കൊടുമുടി സമ്മാനിച്ചുകൊണ്ട് ഈ വള്ളം നീറ്റിലിറക്കിയത് വലിയ ഒരു നവ്യ അനുഭവമായിരുന്നു. പള്ളിയോട് ചേർന്നുള്ള കുളത്തിൽ ഇക്കഴിഞ്ഞ 4 വർഷങ്ങളായി മീൻ വളർത്തുകയാണ്. നല്ല വിസ്തൃതിയുള്ള കുളത്തിൽ എന്തുകൊണ്ട് വള്ളമിറക്കിക്കൂടാ എന്ന് വികാരി ഫാദർ സ്കറിയ വേഗത്താനത്തിന്റെ മനസ്സിലുദിച്ച ആശയമാണ് മീൻകുളം വള്ളയാത്രയുടെയും ഇടമാക്കി മാറ്റിയത്. 6 മാസം മുമ്പാണ് കാവുംകണ്ടം പള്ളിയിൽ നിന്നും വെള്ളിക്കുളം പള്ളി വികാരിയായി ഇദ്ദേഹം ചുമതലയേറ്റത്. വാഗമൺ ടൂറിസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള നവീനാശയങ്ങൾ ഇടവകയിൽ നടപ്പിലാക്കാനാണ് അച്ഛന്റെ പരിശ്രമം. കൊട്ടവഞ്ചിയും പെഡൽ ബോട്ടും സൗകര്യവും ഏർപ്പെടുത്തി ധാരാളം ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാനുള്ള ശ്രമത്തിലാണ് വികാരിയച്ഛൻ. വള്ളത്തിലിരുന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കാനുള്ള സൗകര്യവും ഏർപ്പെടുത്തുന്നുണ്ട്. പള്ളിക്കുളത്തിൽ ഇപ്പോൾ 3000-ലധികം ഗിഫ്റ്റി തിലോപ്പിയ മത്സ്യങ്ങൾ വളർത്തി വരുന്നു. 6 മാസം കൂടുമ്പോൾ മത്സ്യവിളവെടുപ്പ് നടത്തുന്നു. വള്ളം യാത്രയ്ക്ക് 50 രൂപയാണ് ഫീസായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് പള്ളി സംഘാടകർ വള്ളം യാത്ര സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്.